ഇവിടെ അൻവർ ഉന്നയിച്ച വിഷയങ്ങളുണ്ടല്ലോ, പ്രധാനമായും പോലീസുമായി ബന്ധപ്പെട്ട പ്രശ്നം, DGPയുമായി ബന്ധപ്പെട്ട പരാതി എങ്ങനെ പരിഹരിക്കാവുന്ന, വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം, ഈ പാർട്ടിക്ക് ഇത്ര പ്രതിസന്ധി ഉണ്ടാക്കിയെടുക്കാതെ ചെറിയ രൂപത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം. നമുക്കറിയാലോ, DGPക്കെതിരെയാണ് പരാതി. DGPയുടെ RSS ചായ്വും ADGPക്കെതിരെ, ADGPയുടെ RSS ബാന്ധവും അദ്ദേഹത്തിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധവും സംബന്ധിച്ച് PV അൻവർ പാർട്ടിക്ക് പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട്, ബന്ധപ്പെട്ട ഓഫീസുകളിൽ കൊടുത്തിട്ടുണ്ട്, പാർട്ടി സഖാക്കളെ നേതാക്കളെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ പറയുന്നതൊന്നും കേൾക്കാതെ പോത്തിനോട് വാഴ വെട്ടുന്ന മാതിരി പറഞ്ഞുകൊണ്ടേ ഇരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് സമനില തെറ്റി. ഈ കാര്യങ്ങൾ തുറന്ന് പറയാൻ വേണ്ടി പത്രസമ്മേളനം നടത്തിയ അയാൾ, ആ പത്രസമ്മേളനം നടത്തിയ സമയത്ത് പാർട്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി PV അൻവർ എടുത്ത സമീപനം ശരിയല്ല. ശരിയാണ്, പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പറയണം. 6 മാസമായി വാറോല കെട്ടുമായി പാർട്ടി ഓഫീസുകളിൽ കയറി നിരങ്ങുകയാണ് ഇദ്ദേഹം. ഒരു തീരുമാനവും ഇല്ല. അപ്പം തീരുമാനമെടുക്കാതെ ഈ കിട്ടിയ പരാതി CPMനോടൊപ്പം നിൽക്കുന്ന 8 വർഷമായി CPMനോടൊപ്പം നിൽക്കുന്ന ഈ MLA പറഞ്ഞ കാര്യത്തിന് ഈ ADGP IPS കേഡറിലുള്ള ഒരു പരാതി ലഭിച്ചതിനനുസരിച്ച് പെട്ടെന്ന് നടപടിയെടുക്കണം എന്നൊക്കെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്കും ബോധ്യം വരും. IPS കേഡറിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നതിനൊക്കെ പോരായ്മകളുണ്ട്. പ്രിയമുള്ളവരെ, ഈ 8 വർഷം തൻ്റെ മന്ത്രിസഭയിൽ, തൻ്റെ നിയമസഭയിൽ തനിക്ക് പിന്തുണയായി പിതൃതുല്യനായി കണ്ട ഒരു MLA പറഞ്ഞൊരു പരാതിക്ക് ADGPയോട് മുഖ്യമന്ത്രിക്ക് പറയാലോ, എനിക്കൊരു MLAയുടെ പരാതി കിട്ടിയിട്ടുണ്ട്, ആ MLAയുടെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ താങ്കളൊരു 15 ദിവസം ലീവിൽ പ്രവേശിക്കണം, ഞാൻ ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്, താങ്കൾ ലീവിൽ പോകണം എന്ന് പറയാമായിരുന്നില്ലേ? അതൊന്നും ചെയ്യാതെ പിറ്റേ ദിവസം മുതൽ PV അൻവറിനെ വരഞ്ഞിട്ട് മുറുക്കുന്ന അവസ്ഥയിലേക്ക് പോയി. ഇദ്ദേഹം പിന്നീട് പൊട്ടിത്തെറിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിര് വിട്ടു പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ സമനില എത്ര കണ്ട് അത് നിലനിർത്താൻ വേണ്ടി കഴിയും? ഇവിടെ പോലീസിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, എന്താ പോലീസിൻ്റെ സംവിധാനം? നിങ്ങൾക്കൊക്കെ ബോധ്യമുണ്ടാവും. ഈ കേരളത്തിലെ ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകനും ബോധ്യമുള്ള കാര്യമായിരിക്കും. നിങ്ങൾക്കറിയോ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർ CPMൻ്റെ പ്രതിനിധിയാണ്. ഒരാഴ്ച മുമ്പ് എന്നെ കണ്ട്, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത സമയത്ത്. CPMൻ്റെ കൗൺസിലറാണ്. ഇവിടെ ഈ ചക്കാലക്കുത്ത് പുഴ കഴിഞ്ഞാൽ പിന്നെ വണ്ടൂര് പഞ്ചായത്താണ്. ആ വണ്ടൂർ പോലീസ് സർക്കിളിൻ്റെ കീഴിൽ മണ്ണെടുക്കുന്നതിന് വലിയ പ്രയാസമില്ല. മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാഫിയകൾക്ക് വേണ്ടി, മണ്ണ് മാഫിയക്ക് വേണ്ടിയല്ല. സാധാരണക്കാരായിട്ടുള്ള 500-600 സ്ക്വയർ ഫീറ്റിലൊക്കെ വീട് വെക്കുന്ന ആളുകൾക്ക് അവരുടെ തറ നികത്തുന്നതിന് വേണ്ടി മണ്ണെടുക്കുന്നതിന് വണ്ടൂർ സർക്കിള് അതിന് ചെറിയ തോതിലുള്ള ഒരു സഹായം ചെയ്തു കൊടുക്കുക. ആ പുഴ ഇങ്ങോട്ട് കടന്നാൽ ഇദ്ദേഹത്തിന് പരിചയമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഒരു കൗൺസിലർക്ക് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ ഇദ്ദേഹത്തെ സമീപിച്ചു. ഇങ്ങനെ 9 ലോഡ് മണ്ണ് വേണം, 9 ടിപ്പർ മണ്ണ്, അതിനൊന്ന് എൻ്റെ ഒപ്പം പോലീസ് സ്റ്റേഷനിലേറ്റം പോരണം എന്ന് പറഞ്ഞു. ആ കൗൺസിലർ ഇയാളെയും കൂട്ടി പോവുക. ആദ്യം പോയി, രണ്ടാമത് പോയി, മൂന്നാമത് പോയി, കാര്യം നടക്കണില്ല. കൗൺസിലർക്ക് തോന്നി ഇനി നടക്കില്ല. പിറ്റേ ദിവസം മറ്റേ ഈ മണ്ണിടേണ്ട ആളെ കൗൺസിലർ വിളിച്ച്, എന്തായി, ഇനി നമ്മൾ ഒന്നും കൂടി പോയി നോക്കണമെന്ന് ചോദിച്ചു. വേണ്ട, അത് ഞാൻ വേറെ രൂപത്തിൽ പരിഹരിച്ചിട്ടുണ്ടെന്ന്. വേറെ രൂപത്തിൽ പരിഹരിച്ചത് 10,000 റുപ്യ കൊടുത്തിട്ടാണ്. CPMൻ്റെ ഒരു കൗൺസിലറുടെ സ്ഥിതിയാണ് കൂട്ടരേത്. ഈ കേരളം ഭരിക്കുമ്പോൾ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുമ്പോൾ, കേരളത്തിലെ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് SIയുടെ മുന്നിലേക്ക്, SI എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സാധാ കോൺസ്റ്റബിൾ SI ആയത് ഓൽക്കൊക്കെ ഒരു പൊതുപ്രവർത്തകരെ കാണുമ്പോൾ ഒരു പരിചയം. നമ്മളെ ഈ ഡയറക്റ്റ് SIമാരുണ്ടല്ലോ, ഡയറക്റ്റ് SIമാരടുത്തേക്ക് CPMൻ്റെ ലോക്കൽ സെക്രട്ടറിയാണെന്ന് പറഞ്ഞാൽ ചെന്നാൽ പുറങ്കാലം കൊണ്ട് അടിക്കും. ആ സ്ഥിതിയിലേക്ക് നമ്മുടെ ആഭ്യന്തര രംഗം മാറിയിരിക്കുന്നു. അഴിമതിയും കൂത്തരങ്ങും ഒരു ഭാഗത്ത് സംഘീവൽക്കരണം, അങ്ങനെ നിർജീവാവസ്ഥയിൽ നമ്മുടെ പോലീസ് സംവിധാനം മാറിക്കൊണ്ടിരിക്കുക.
ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് ഒരാക്ഷേപം ഈ നാട്ടിലെ പാർട്ടിക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കോ ഉണ്ടായിരുന്നില്ല. പക്ഷേ സ്ഥിതി മാറി വരികയാണ്. നമ്മളെ കാലിൻ്റെ ചോട്ടിലെ മണ്ണൊലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സഖാക്കളെ, ബംഗാളിൽ ഒരു കാലത്ത് CPM 32 MP-മാരുണ്ടായിരുന്നു, 220ഓളം MLA-മാരുണ്ടായിരുന്നു ബംഗാളിൽ. ആ 32 MP-മാരും 220 MLA-മാരും ഒരിക്കലും പാർട്ടി വിട്ടുപോയിട്ടില്ല. പക്ഷേ 5% വോട്ട് അവിടെ നിന്ന് പാർട്ടിക്ക് ലഭിക്കുന്നില്ല. ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുണ്ട്. തൻ്റെ വീട്ടിൽ അരി വാങ്ങുന്ന പ്രശ്നം മാറ്റിവെച്ച് ഓരോ ദിവസവും പാർട്ടി തീരുമാനിക്കുന്ന പിക്കറ്റിങ്ങിനും അതോടൊപ്പം തന്നെയുള്ള ജാഥയ്ക്കും പ്രചരണത്തിനും പോകുന്ന ആളുകളുടെ വികാരം മനസ്സിലാക്കാൻ, ആ വികാരമാണ് സഖാവ് PV അൻവർ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. അതിനെ അദ്ദേഹത്തെ കൊള്ളക്കാരനാക്കാനുള്ള ശ്രമമാണ് നടന്നത്. അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി ഗവർണറുടെ പരാതി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടത്. ഗവർണറുടെ പരാതി എന്തായിരിക്കും? ഗവർണറുടെ പരാതി കേന്ദ്രം അന്വേഷിക്കുന്ന കേന്ദ്രത്തിൻ്റെ ഒരാളും കൂടിയാണ്. പേടിപ്പെടുത്താൻ വേണ്ടി വലിയ സംവിധാനങ്ങളുണ്ടല്ലോ കേന്ദ്രത്തിൽ. കൊണ്ടുപോയി ജയിലിലിട്ട് കഴിഞ്ഞാൽ 8 മാസത്തിന് ജാമ്യം തന്നെ കിട്ടാത്ത തരത്തിലുള്ള, അങ്ങനെ പേടിപ്പിക്കുക. ആ തരത്തിലേക്ക് തരംതാണ് വളരെ ലഘുവായി തീർക്കാവുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര ഊതി വീർപ്പിച്ചതിന് നമ്മുടെ പാർട്ടി നേതൃത്വം തന്നെയാണ് ഉത്തരവാദി. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് കിടക്കുകയല്ല. ഇവിടെ സാധാരണക്കാരായ പാർട്ടിക്ക് അരിവാൾ ചുറ്റികയിൽ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരന് നീതി ലഭിക്കണം. ആ നീതി ലഭിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറണം. അതിനുവേണ്ടിയാണ് ഈ പോരാട്ടം. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും നമുക്കറിയാം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഖാവ് PV അൻവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ വേണ്ടി വന്ന 10,000 കണക്കിന് ആളുകൾ, ആ ആളുകളെ മുഴുവൻ അതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ പുറത്ത് നിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ഈ സഖാക്കളെയും നാട്ടുകാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അല്ല, അതും ഞാൻ പറഞ്ഞു. ഇവിടെ ഇതിൻ്റെ നമുക്കറിയാലോ, ഒരു കുലംകുത്ത് ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു വരുമ്പോൾ ആ ആഞ്ഞടിച്ചു വരുന്ന കൂട്ടത്തിൽ ഒരു വിഭാഗം മാത്രമായിരിക്കില്ല, എല്ലാവരും പെടും. ഇവിടുന്ന് ഇപ്പോൾ സ്റ്റേജ് എന്ന് പറഞ്ഞതേ ഞങ്ങൾ സഖാക്കൾ മാത്രമൊന്നുമല്ല, കോൺഗ്രസിലും ലീഗിലും പ്രവർത്തിക്കുന്ന ആളുകളും സഖാവ് PV അൻവറിൻ്റെ ഒപ്പം നിൽക്കാനുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ മീഡിയ രംഗത്തെ പ്രവർത്തകർ, പോലീസ് സംവിധാനം, വളണ്ടിയേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട അമ്പുക്ക നിങ്ങളോട് സംസാരിക്കുക.